നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ലേ. ആക്ച്വലി എന്താണ് ഇൻഷുറൻസ്? ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ? നിങ്ങളുടെ മണീനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. എന്തിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്? ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുക? എങ്ങനെയാണ് നമ്മൾ ഇൻഷുറൻസിനെ ഒരു നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത്? ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ്? ഈ കാര്യങ്ങളെല്ലാം ആണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ആക്ച്വലി എന്താണ് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്? നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം, പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമ്മളുടെ സേവിങ്സിന് അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ടൂളാണ് ഇൻഷുറൻസ്. അതായത് നമ്മുടെ സേവിങ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി നെറ്റ് എന്ന് പറയാം. അതാണെന്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ടൈപ്പ് ഇൻഷുറൻസുകളാണ് ഉള്ളത്? ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, അതായത് നമ്മുടെ ഫാമിലി പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ബിൽസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ മോട്ടോർ ഇൻഷുറൻസ്, നമ്മുടെ കാറിന്, ബൈക്കിന്, നമ്മുടെ അതർ വെഹിക്കിൾസിനെല്ലാം നമ്മൾ എടുക്കുന്ന എന്തെങ്കിലും ഡാമേജ് പറ്റിയാലോ അല്ലെങ്കിൽ തെഫ്റ്റ് പ്രൊട്ടക്ഷനോ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടോർ ഇൻഷുറൻസ്. പിന്നെ വരുന്നത് ഹോം ഇൻഷുറൻസ് ആണ്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ, ഫ്ലഡ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായാൽ, നമ്മുടെ ഹോമിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ നമ്മൾ എടുക്കുന്നതാണ് ഹോം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബിസിനസ് ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ് ആണ്. നമ്മുടെ ബിസിനസ്സിനെ റിസ്കിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബിസിനസ് ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? അത് ശരിക്കും എന്ത് ചെയ്യാം, നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മളൊരു പ്യുവർ ടേം ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് കുറച്ച് പ്രീമിയത്തിൽ ഹൈ കവറേജ് കിട്ടുന്ന രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ ഇത് എപ്പോഴും എന്താണ്, ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ മരണാന്തരത്തിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ കവറേജ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് മെച്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനേ അല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്ന ഒന്നാണ് എൻഡോമെന്റ് പ്ലാൻസും മണി ബാക്ക് പോളിസീസും. ഇതെന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്ലസ് സേവിങ്സ് ഓപ്ഷനാണ്. മെച്യൂരിറ്റി കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. പക്ഷേ എന്താണ്, ഇതൊരു ഹൈ റിട്ടേൺ തരുന്ന ഒന്നല്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിനെയും സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ മണി ബാക്ക് പോളിസീസ് ഒന്നും തരുന്നില്ല, നമുക്കൊരു നല്ല ഹൈ റിട്ടേൺ തരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്ന ഒന്നാണ് ULIPs എന്ന് പറയുന്നത്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് ആണ്. അത് ഇൻഷുറൻസിൻ്റെയും മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് അതിൽ നിന്ന് ടാക്സ് ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ചാർജ് എന്താണ്, ഹൈ ചാർജ് ആണ് ഇതിനുള്ളത്. നമ്മൾ ഇതിൻ്റെ റിട്ടേൺ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല, പക്ഷെ നമ്മുടെ മണീനെ സേവ് ചെയ്യാൻ, കോസ്റ്റ് സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വരിക അല്ലെങ്കിൽ ഒരു അസുഖം വരിക, നമ്മുടെ മെഡിക്കൽ ബിൽസ് കവർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് തരുന്ന ഒന്നാണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല, നമ്മുടെ മണീനെ ഒരിക്കലും അത് ഗ്രോത്ത് തരുന്നില്ല. പക്ഷെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതുകൊണ്ട്. ഇപ്പം നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് എന്താണ്, നമ്മുടെ ആഫ്റ്റർ ഡെത്തും ഒരു ഫാമിലി ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ്. ഇതെന്ന് പറയുന്നത് ടാക്സ് സേവിങ് ഓപ്ഷനാണ്, നമ്മുടെ മണീനെ സേവ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ 80Cൻ്റെ അണ്ടറിൽ നമുക്ക് 1.5 lakhs വരെ എന്ത് കിട്ടും, ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഇനി ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അണ്ടർ 80Dയിൽ 50,000 rupees വരെ നമുക്ക് എന്ത് കിട്ടും, ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ്. ഇൻഷുറൻസ് ഉണ്ടാകുന്ന ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അൺഫോർസീൻ സിറ്റുവേഷൻസിൽ, അതായത് ആക്സിഡൻസിലോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന അസുഖത്തിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സേവിങ്സിനെ നമുക്കൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഇൻഷുറൻസ് യൂസ് ചെയ്യേണ്ടത്? എന്താണ് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി?
ഇപ്പം നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് എന്ന് പറയുന്നത് മണി ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിനെയും ഇൻവെസ്റ്റിനെയും നമ്മൾ രണ്ടായിട്ട് തന്നെ കണക്കാക്കുക. ഇൻഷുറൻസ് നമ്മൾ എടുത്താലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൂടുതൽ നോക്കുക. അതായത് നമ്മൾ സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും എല്ലാം എന്ത് ചെയ്യുക, കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റും കൂടെ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള എൻഡോമെൻറ്റ് പ്ലാൻസും അതേപോലെ തന്നെ മണി ബാക്ക് പോളിസീസിനെയും അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ ഒന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസീസ്. അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഹൈ ചാർജ് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചാർജ് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനെ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ വെൽത്തിനെ നമുക്ക് ഗ്രോ ചെയ്യിക്കാനായിട്ട് പറ്റും. നമുക്കപ്പോൾ ആക്ച്വലി എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ല, നമ്മുടെ മണീനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ല. അതെന്ന് പറയുന്നത് ഒരു സേഫ്റ്റി നെറ്റ് അല്ലെങ്കിൽ ഒരു സേഫ് ഗാർഡ്, ഒരു പ്രൊട്ടക്ഷൻ നെറ്റ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് നമ്മുടെ മണിക്ക് ഗ്രോത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഇൻഷുറൻസിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അതായത് സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, റിയൽ എസ്റ്റേറ്റിലെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻഷുറൻസിന് കൊണ്ട് നമുക്ക് ഒരു ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമേ കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ടേം പ്ലാൻസ് ബൈ ചെയ്യണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റും ചെയ്യുക. മ്യൂച്വൽ ഫണ്ട്സിൽ, സ്റ്റോക്സിൽ, റിയൽ എസ്റ്റേറ്റിൽ, ഗോൾഡിൽ എന്ന രീതിയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷനും ഉണ്ടാവും, വെൽത്ത് ഗ്രോത്തും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ടസ്റ്റ് സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യുക.